ശരിക്കും പറഞ്ഞാൽ ഈ സീസണിൽ ബിഗ് ബോസ് വലിയ കാര്യത്തിൽ 7ന്റെ പണി എന്ന് പറഞ്ഞ് ക്ലാസിക് ടാസ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ക്ലാസിക് ടാസ്കുകളും ഒന്നുകിൽ കോമഡി ആക്കും അല്ലെങ്കിൽ അടിയാണ്. അപ്പോൾ ഇപ്പൊ അനീഷിനെ ഒരു സീക്രട്ട് ടാസ്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാ സീസണിലും നമ്മൾ കണ്ടിട്ടുള്ള എനിക്ക് ഈ ഒരു സീസണിൽ ഈ ഒരു ടാസ്ക് അനീഷിനെ വിളിച്ച് ചെയ്യിപ്പിച്ചപ്പോൾ എനിക്ക് കഴിഞ്ഞ സീസണിലെ അർജുനെയാണ് ഓർമ്മ വന്നത്. അർജുൻ ഈ ടാസ്ക് അറ്റൻഡ് ചെയ്യുന്ന ഒരു സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. ഏതായാലും അനീഷ് വലിയ കാര്യത്തെ ആക്ടിവിറ്റി റൂമിലേക്ക് പോയി. അപ്പൊ അവിടെ നടന്ന എന്റെ പൊന്നെ അടിപൊളി സംഭവങ്ങളാണ്, കോമഡിയാണ്, ചിരിച്ചിരിച്ച് ചത്ത്. ബിഗ് ബോസിന് ജീവനുണ്ടോന്ന് പോലും എനിക്കിപ്പോൾ അറിയത്തില്ല. ബിഗ് ബോസ് എന്തായാലും ഭാഗ്യത്തിന് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ടാണ് കേൾക്കാനിരുന്നത്. രക്ഷപ്പെട്ട്. അപ്പോൾ എന്താണെന്ന് കേൾക്കാം. സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ശരിക്കും പറഞ്ഞാൽ മറ്റേ ആക്ടിവിറ്റി റൂമിൽ കൊണ്ടുപോയി ഇരുട്ടത്ത് അവിടെ എവിടെയൊക്കെ കുറച്ച് ലൈറ്റൊക്കെ വെച്ചിട്ട് നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ, അതായത് ഈ പറയുന്ന ടോപ്പ് 5ലേക്ക് കയറാൻ തുടങ്ങുന്നതിന്റെ ആ ഒരു ലാസ്റ്റ് മൊമെന്റ് ആണ്. അങ്ങനെ അനീഷ് ഈ ഒരു സംഭവം ആദ്യം തന്നെ ചെയ്ത്, അത് എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോളം അനീഷ് ഇത് സംസാരിക്കുന്നുണ്ട്. മൊത്തത്തിൽ 2-3 മണിക്കൂർ സംസാരിക്കുന്നുണ്ട്. ആദ്യത്തെ 1 മണിക്കൂറോളം അനീഷ് സംസാരിച്ചുകൊണ്ട് നിന്നതെന്ന് പറയുന്നത് അനീഷിനോടെന്നുള്ള രീതിയിൽ, പക്ഷേ അനീഷ് അങ്ങ് സംസാരിക്കുകയാണ്. അതായത് ഞാൻ ബിഗ് ബോസ് ഹൗസിൽ ആദ്യം ഈ ഒരു വീട്ടിൽ കയറിയത് ഞാനാണ്, അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അങ്ങനെ പിന്നെ പറഞ്ഞ് എനിക്ക് ആദ്യം ക്യാപ്റ്റൻ ആകേണ്ടി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം വെച്ചാൽ അത് വലിയൊരു അഭിമാനമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആദ്യമൊക്കെ എനിക്ക് എൻ്റെ ഉള്ളിലെ നല്ലതൊന്നും കാണിക്കാൻ പറ്റിയില്ല, എൻ്റെ ദേഷ്യമായിരുന്നു മുന്നിട്ട് നിന്നത്. അങ്ങനെ ഞാൻ കുറേ വെറുപ്പിച്ചു എല്ലാവരെയും. അതിനുശേഷം എനിക്ക് പതുക്കെ ചെറിയ സൗഹൃദങ്ങൾ ഉണ്ടായി. ഇൻട്രോവേർട്ട് ആയിരുന്ന ഞാൻ കുറച്ച് സൗഹൃദങ്ങളിലൊക്കെ ഇടപെട്ട് വന്നു. അപ്പൊ അവിടെ സൗഹൃദങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും എനിക്ക് എന്നെ കൊണ്ട് തുറന്ന് കാണിക്കാൻ പറ്റി. അങ്ങനെ എനിക്ക് കുറെ റിലാക്സ് ആകാൻ പറ്റി. അങ്ങനെ കുറെ പറയുകയാണെന്ന്. ശരിക്കും പറഞ്ഞപ്പോൾ ഇതിനകത്തൊന്നും തന്നെ ഒരാളുടെയും പേര് പറയുന്നില്ല. അനീഷിനോട് സംസാരിക്കുന്ന രീതിയിലാണെങ്കിലും അനീഷ് ഒരു റിവ്യൂ പോലെയാണ്. അനീഷിനെ ഒന്ന് റിവ്യൂ ചെയ്യുകയാണ്. എന്നിട്ട് മോഹൻലാലിനെ കുറിച്ച് പറയുന്നുണ്ട് അവസാനം. പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസിനോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഭയങ്കര നോട്ടീസിങ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അനീഷ് ഒട്ടും മിണ്ടാത്ത ഒരാളെന്ന് പറയുന്നത് അനുമോളാണ്. അതായത് ഇപ്പോഴും ഒരു കോ കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് അനുമോളാണ്. അപ്പൊ ഈ സൗഹൃദത്തിന്റെ കാര്യങ്ങളും പിന്നെ ബിഗ് ബോസ് ഹൗസിലെ മറ്റ് എക്സ്പീരിയൻസ് ഒക്കെ അങ്ങേയറ്റം വർണ്ണിച്ചൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട്, ഏറ്റവും അവസാനം എനിക്ക് പ്രണയം വരെ മുട്ടിട്ടു. അത് ബിഗ് ബോസ് ആണ് ശരിക്കും പറഞ്ഞ ആ ഒരു കൊളുത്തിട്ട് കൊടുത്തത്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് അത് അങ്ങനെ എടുത്തിട്ട് കൊടുത്തത് കൊണ്ടായിരിക്കാം. അതായത് ബിഗ് ബോസ് തന്നെ ആദ്യം പറയുന്നുണ്ട്, ഇവിടെ ഒറ്റപ്പെട്ട് രീതിയിൽ നിന്നു, ആരുമായിട്ട് സൗഹൃദം കൂടില്ലെന്ന് പറഞ്ഞിട്ട് സൗഹൃദം ഉണ്ടായി, അവസാനം പ്രണയം വരെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, അവസാനം അനീഷും അത് തുറന്ന് സമ്മതിച്ചു. അതായത് എനിക്ക് അതിൽ ഇങ്ങോട്ടൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്നോടും അതേ സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് അനീഷ് പറയുന്നത്. പക്ഷേ സാരമില്ല, എനിക്ക് അതിനകത്തൊരു റിജക്ഷൻ ആണെങ്കിലും ഞാൻ അത് ബഹുമാനത്തോടെ ഏറ്റെടുക്കുന്നു, അത് അവിടെ കഴിഞ്ഞു എന്ന് എഗെയിൻ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ അനീഷ് പറയുന്നൊരു കാര്യം, നല്ലൊരു സുഗന്ധമുള്ള ഒരു ഓർമ്മയായിട്ട് അതെന്നും സൂക്ഷിക്കും എന്നും കൂടി പറയുന്നുണ്ട്. അതായത് അനുമോളോടുള്ള ആ ഒരു പ്രണയം, അനുമോളുടെ പേര് അവിടെ പറഞ്ഞിട്ടില്ല, അനുമോളുടെ പേര് പറയാതെയാണ് ഈ ഒരു സിറ്റുവേഷൻ അനീഷ് അവിടെ പറയുന്നത്. അതും അവിടെ കറക്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ അതൊരു സുഗന്ധമുള്ള ഓർമ്മയായിട്ട് സൂക്ഷിക്കും, ഇനി അതിനകത്തൊരു ജീവൻ ഇല്ല എന്നുകൂടിയൊക്കെ ഇങ്ങനെ വർണ്ണിച്ചും പലതരത്തിലൊക്കെ പറയുകയാണ്. അങ്ങനെ കുറെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ബിഗ് ബോസ് പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ അതാണ് അവിടെ തൊട്ടാണ് നമുക്ക് കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതായത് അനീഷ് അങ്ങ് സംസാരിക്കുകയാണ്. അതായത് ഈ നോമിനേഷനൊക്കെ വരുമ്പോൾ അനീഷ് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതനുസരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ബിഗ് ബോസ് പറയുന്നുണ്ട്, അനീഷ് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അനീഷിനോടൊരു ആശംസ പറയുന്ന കണക്ക്, അതായത് അനീഷിനെയാണ് കൺമുന്നിൽ കാണുന്നത്. ആ അനീഷിനോട് അനീഷ് തന്നെ ആശംസ പറയുന്ന കണക്കും സംസാരിക്കുന്ന കണക്കുമാണ് പറയേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഉടനെ അനീഷ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് തുടങ്ങണോ അതോ പുതുതായിട്ട് പറയണോ ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ് നിർത്തിയെടുത്ത് എന്തോ രാവിലെ എഴുന്നേൽക്കുന്നു, സുപ്രഭാതം പറയുന്നു, ഞാൻ അണ്ണാറക്കണ്ണനോട് സംസാരിക്കുന്നു, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ബിഗ് ബോസ് വീണ്ടും ഇന്റർഫിയർ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഈ രാവിലെ ബാറ്ററി എടുത്തുകൊണ്ട് പോകുന്നു. അപ്പൊ വീണ്ടും തുടങ്ങുമ്പം ഞാൻ ബാറ്ററി എടുക്കാൻ പോകുന്നു പിന്നെ അങ്ങനെയാണ് പിന്നെ വീണ്ടും ആ ഒരു കോൺവെർസേഷൻ കൊണ്ടുപോകുന്നത്.
അങ്ങനെ ഈ ബാറ്ററിയുടെ കാര്യം പറഞ്ഞ് അനീഷ് വീണ്ടും സംസാരിച്ചാണ് ഈ പറയുന്ന അനുമോളുടെ കാര്യങ്ങളിലൊക്കെ എത്തി കൺക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെ കൺക്ലൂഡ് ചെയ്തതിന് ശേഷം പിന്നെ അങ്ങോട്ട് ബിഗ് ബോസ്, എനിക്ക് ബിഗ് ബോസിന്റെ ശബ്ദം, ആ ഒരു ഗാംഭീര്യം, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അത് കൂടുതൽ കണക്റ്റഡ് ആക്കി എന്ന് പറഞ്ഞ് ബിഗ് ബോസിന് നന്ദി പറയുന്നു. എന്റെ പൊന്നെ, ആ ബിഗ് ബോസ് ഹൗസിലെ എന്താ പറയാ പൊട്ടും പൊടിയും എല്ലാം പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അതൊരു ഇമോഷണൽ ആക്കേണ്ട ഒരു ടാസ്ക് ആയിരുന്നു. കരയേണ്ട, കാരണം 100 ദിവസം വേറെ ആരെയും കാണാതെ നിന്ന് ഇത്രയും വരെ എത്തി എന്നുള്ളൊരു മൊമെന്റിലേക്ക്, അതാ ഞാൻ പറഞ്ഞത് അർജുനെ ഞാൻ ഓർത്തു എന്ന്. അപ്പോൾ അങ്ങനെ വന്ന ആ ഒരു ടാസ്ക് ഒരു ഫണ്ണാക്കി മാറ്റി അവസാനം എല്ലാം പറഞ്ഞ് അവസാനം വീണ്ടും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. അത് ബിഗ് ബോസ് അനീഷിനോട് പറയുന്നുണ്ട്, അനീഷ് ഇനി ഒരു മിനിറ്റും കൂടി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അനീഷ് ഉടനെ ഓക്കെ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റേ ഞായറാഴ്ചകളിൽ ഞാൻ കാത്തിരിക്കുന്ന ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ലാലേട്ടനെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം അതെല്ലാം കഴിഞ്ഞ് നിർത്തിയിട്ട് അന്നേരം ബിഗ് ബോസ് പറഞ്ഞത് ഓക്കെ അനീഷിന് പോകാം എന്ന് പറയുമ്പോഴത്തേക്കും അനീഷ് വീണ്ടും ബിഗ് ബോസിനോട്, ബിഗ് ബോസ് ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയോ ബിഗ് ബോസ്, ഞാൻ എല്ലാം പറഞ്ഞോ ബിഗ് ബോസ്? ഉടനെ ബിഗ് ബോസ് എല്ലാം പറഞ്ഞു എന്ന്, ആ ഒരു എല്ലാം എന്ന് പറയുന്നതിനകത്ത് എല്ലാം ഉണ്ട് കേട്ടാ. അത് കഴിഞ്ഞിട്ട് വീണ്ടും വിടുന്നില്ല. ഉടനെ വീണ്ടും അനീഷ് പറയണം, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചതെല്ലാം പറഞ്ഞതുകൊണ്ട് എല്ലാം ഓക്കെ ആണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെയും നിൽക്കുകയാണ്. അവസാനം വീണ്ടും ഞാൻ പോകട്ടെ ബിഗ് ബോസ്, അടുത്ത് ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ബിഗ് ബോസ് എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഞാൻ ചെയ്യണോ ബിഗ് ബോസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ശരിക്കും മനസ്സിൽ പറയുന്നത് ഇതായിരിക്കും, എന്റെ പൊന്നെ ഒന്നും ചെയ്യണ്ട, ഒന്ന് പോയി തരുമോ എന്നായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ എന്തായാലും സന്തോഷത്തോടെ അനീഷ് ആ ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പൊ മുമ്പിൽ തന്നെ മുൻഷിയും അതുപോലെ ഷാനവാസോടെ നിൽപ്പട്ടെ. ഷാനവാസ് കോമഡിയാ, അതെന്താ എവിടെ നിന്ന് ഇറങ്ങി വരുന്നത്, ഇതെന്ത് രഹസ്യം വല്ലതും ഉണ്ടോ, എന്തെങ്കിലും പേഴ്സണൽ കാര്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം മുൻഷി കളിയാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ആരും കാണാതെ ക്യാമറ എടുത്ത് പോയി സംസാരിക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം, കാരണം കുറേ നേരം സെൽഫായിട്ട്, ശരിക്കും പറഞ്ഞാലേ ഈ സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിൽ നമ്മൾ വിഷമത്തോടെ ആയിക്കോട്ടെ, സ്നേഹത്തോടെ ആയിക്കോട്ടെ, സന്തോഷത്തോടെ ആയിക്കോട്ടെ, നമ്മൾ നമ്മളോട് തന്നെ കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറേ സംസാരിക്കുക, അതായത് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ശബ്ദം പുറത്തു വന്ന് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ കുറേ സ്ട്രെസ്സൊക്കെ അങ്ങ് മാറും. നമുക്ക് ആരും മിണ്ടാനില്ലാണ്ട് വിഷമിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണെങ്കിൽ കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാവുക. സത്യത്തിൽ അനീഷിന് എന്തോ മനസ്സ് തുറന്ന് സംസാരിച്ച് ഒരു സംതൃപ്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് അനീഷ് ബിഗ് ബോസിലെ വീട്ടിലേക്ക് തിരിച്ചു കയറുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ ഇത്രയും തമാശയായിട്ടാണ്, ഞാൻ ഭയങ്കര ഫണ്ണായിട്ടാണ് അത് കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് അനീഷ് പറഞ്ഞ ഒരു കാര്യത്തിലും ഒരു സീരിയസ്നെസ്സും തോന്നിയില്ല. ആരെയും കുറ്റം പറഞ്ഞില്ല, ആരോടും പിണക്കമുണ്ടെന്ന് പറയുന്നില്ല, ആരോടും ശത്രുതയില്ല, ആർക്കും അനീഷിനോട് ശത്രുതയില്ല. ലാസ്റ്റിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യന് ഇപ്പോൾ ഒരുപാട് പേര് അനീഷിനെ ഹെയ്റ്റ് ചെയ്തുള്ള കമന്റ്സ് ഇടുമ്പോഴത്തേക്കും ഇത് ഭയങ്കര അഭിനയമാണ്, പ്രീവിയസ് സീസണിൽ ജിൻഡോ അഭിനയിച്ച് നിന്നല്ലോ അപ്പൊ അനീഷും അഭിനയിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും എനിക്കത് തോന്നുന്നില്ല. ഇനി അഥവാ ഇപ്പൊ ഈ ബിഗ് ബോസ് സീസൺ കഴിഞ്ഞു, അനീഷിന് കപ്പ് കിട്ടുകയോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അതിനുശേഷം ഈ പറയുന്ന ഈ സെയിം അനീഷിനെ നെഗറ്റീവായിട്ട് കാണുക ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിക്കാം. അത് വേറെ, അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ എനിക്ക് അനീഷിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരിക്കലും അഭിനയമായിട്ട് തോന്നുന്നില്ല. അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഒരാളെയും മുറിവേൽപ്പിക്കുന്ന കണക്ക്, വേദനിപ്പിക്കുന്ന കണക്ക് ഒരു മനുഷ്യനാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന കണക്ക് പുറത്തെ ആൾക്കാർ ഇപ്പോൾ ഒരു സേഫ് ഗെയിമർ ആണെന്ന് പറയാറുണ്ട്, ഒരു പരാതി പറയാറുണ്ട്. പുറത്തെ ആൾക്കാർ എന്ത് വിചാരിക്കുമെന്നുള്ളൊരു ഇമേജ് കോൺഷ്യസ് ഇല്ല അനീഷിന്, അതില്ല. അനീഷ് അങ്ങനെ ഒരിക്കലും പെരുമാറിയിട്ടില്ല. പിന്നെ വേണ്ടാത്ത കാര്യങ്ങളിലോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന പല പ്രശ്നങ്ങളിലും തനിക്ക് അവിടെ വോയിസോ സ്പേസോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത് അയാളെ ഇടപെട്ടിട്ടേ ഇല്ല. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇടപെടേണ്ട രീതിയിൽ ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അവർ നല്ല സുഹൃത്തുക്കളാണ് എന്ന് പറയുന്ന ലെവലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതർവൈസ് അനീഷ് ഇടപെട്ടിട്ടില്ല. എനിക്ക് അങ്ങനെ ഉറപ്പായിട്ട് തോന്നി. ഇപ്പൊ റെനയും ആര്യനും തമ്മിലൊരു അലിഗേഷൻ പ്രോബ്ലം വന്നപ്പോഴൊക്കെ അതിനകത്തൊക്കെ ഈ പറയുന്ന അനീഷ് ഇടപെട്ടിട്ടുണ്ട്, ആര്യനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ ആര്യനെ കുറ്റം പറയുന്ന സമയത്ത് അത് അനീഷിന്റെ ഭാഗത്ത് തെറ്റ് തന്നെയായിരുന്നു. കാരണം ആര്യനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ആര്യൻ അവിടെ ഒന്നും ചെയ്തില്ല. റെന അന്നേരത്തെ ഒരു വികാരത്തിന്റെ പേരിൽ നല്ല സുഹൃത്തായിരുന്നല്ലോ, റെനയുടെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു ആര്യൻ. അപ്പൊ അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ
ആരും ഓർത്ത് വെക്കുന്ന തരത്തിൽ ഒരു പകരം വീട്ടാൻ പാകത്തിനോ അല്ലെങ്കിൽ അങ്ങേയറ്റം അവരുടെയൊക്കെ ഹൃദയത്തിൽ കുത്തി നോവിച്ച ഒരു നോവലൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. ഏതായാലും ശരി, അനീഷ് ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല കഥാപാത്രത്തെ, ഒരു സിനിമയൊക്കെ എടുക്കുകയാണെങ്കിൽ അനീഷിനെ പോലൊരു നല്ല കഥാപാത്രത്തെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് എഴുത്തുകാർക്ക് നല്ലൊരു കഥാപാത്രത്തെ കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒന്നും കൂടെ പറയാം, ഇനിയും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അനീഷൊക്കെ ഇനി സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരിക്കും. അവരുടെ ഇന്റർവ്യൂസ് കാണാം. ആ ഒരു അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇപ്പോൾ സെലിബ്രിറ്റി ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫോൾട്ടുകൾ ഉണ്ടാവട്ടെ. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ഡിസ്കഷൻസ് വരാം. പക്ഷെ ഒരിക്കലും ബിഗ് ബോസ് ഹൗസിൽ കള്ളത്തരം കാണിച്ചു നിന്നു എന്ന് എനിക്ക് ഒരിക്കലും പറയേണ്ടി വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പോയി വരാം. ബൈ.